ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വർഷയാണെങ്കിൽ എണീറ്റിരുന്ന് ഡാൻസ് കളിച്ചാൽ അബോർഷൻ ആവുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഒരു പാട്ടും വെച്ച് ഈ വർഷയിരുന്ന് ഭയങ്കര ഡാൻസ് കളിയാണ്. ആ ഡാൻസ് കളിച്ച് വർഷയുടെ കൈ തട്ടിയ ഫ്ലവർ വേസ് താഴത്തേക്ക് വീഴുകയാണ്. ആ ശബ്ദം കേട്ടിട്ടാണ് നമ്മുടെ ശ്രീകാന്ത് എണീക്കുന്നത്. വർഷ ഡാൻസ് കളിക്കുന്നത് ചെവിയിൽ ഹെഡ്സെറ്റും വെച്ചിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലവർ വേസ് വീണ ശബ്ദം കേട്ട് ചാടി എണീക്കേണ്ടത് എന്താ വീണെന്നൊക്കെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എന്താ നിൽക്കുന്നു വർഷ ഇരുന്ന് ഭയങ്കര ഡാൻസ് കളിയാ. ഇത് കണ്ട ശ്രീകാന്ത് പേടിച്ചു പോയി. ശ്രീകാന്ത് അവിടെ നിന്ന് ചാടിയിട്ട് സമയം നോക്കിക്കഴിഞ്ഞപ്പോൾ 2 മണി. എൻ്റെ ദൈവമേ, നോർമലുള്ള ഒരാളും ഈ സമയത്ത് ഏതായാലും എണീറ്റ് ഡാൻസ് കളിക്കില്ല. ഇവൾക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് ഉറപ്പുള്ള കാര്യം തന്നെയാ. പിന്നീട് ശ്രീകാന്തിന് അവിടെ നിൽക്കാനായിട്ട് പേടിയായി. ശ്രീകാന്ത് വർഷ കാണാതെ പുറകെ കൂടി പതിയെ നേരെ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. വർഷ തിരിഞ്ഞിങ്ങനെ ഡാൻസ് കളിക്കുകയാണല്ലോ, അപ്പം ഇത് കാണുന്നുമില്ല. അങ്ങനെ ഈ ശ്രീകാന്ത് നേരെ സച്ചിയും രേവതിയുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട്, സച്ചിട്ടാ, ഏട്ടത്തി എണീക്ക്, എന്താണ് നീ ഇങ്ങനെ വിളിച്ചു പോകുന്നത്? അയ്യോ പേടിക്കണ്ട, ഇത് ഞാൻ തന്നെയാ, നീയാണെന്ന് മനസ്സിലായി. നീ എന്തിനാണ് ഈ പാതിരാത്രി വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതെ സമയം എത്രയായി ഇപ്പോൾ? ഒറ്റ വീക്ക് ഞാൻ വെച്ച് തന്നാലുണ്ടല്ലോ, സമയം ചോദിക്കാനാണോ ഈ പാതിരാത്രി ഞങ്ങളെ വിളിച്ച് എണീപ്പിച്ചത്? എന്താണ് നിനക്ക്? അയ്യോ സമയം ചോദിക്കാനല്ല, ഈ സമയത്ത് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യോ? എന്ത് സമയത്ത് ആര് എന്ത് ചെയ്തു എന്നാ പറയുന്നത്? ശ്രീകാന്തേ, നിനക്ക് എന്താ പറ്റിയത്? എൻ്റെ ദൈവമേ, നിങ്ങൾ രണ്ടുപേരും ഒന്ന് വന്നേ, ഞാനൊരു കാര്യം കാണിച്ചു തരാം, വാ, എണീറ്റ് വാന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരുടെയും കൈ പിടിച്ച് വലിച്ചടിച്ചുകൊണ്ട് നേരെ ശ്രീകാന്തിൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുക. അപ്പോൾ അവിടെ ഇരുന്ന് നമ്മുടെ വർഷ ഇരുന്ന് നല്ല മുട്ടൻ ഡാൻസ്. അപ്പോൾ ഇത് കാണിച്ചു കൊടുക്കുക. കണ്ടോ സച്ചേട്ടാ, കിടന്ന് കാണിക്കുന്നത് നോക്കിക്കണ്ടേ? ആരെങ്കിലും ഇങ്ങനെ പാതിരാത്രി എണീറ്റ് ഡാൻസ് കളിക്കോ? സച്ചേട്ടാ കാണിക്കുന്നത് നോക്ക്. ദൈവമേ രേവതി, ഇതെന്താ രേവതി? അത് മനസ്സിലായില്ലേ? ഡാൻസ് അല്ല, ഈ സമയത്ത് എന്താ ഇവളിങ്ങനെ ഡാൻസ് കളിക്കുന്നത്? ഇവൾക്കിത് എന്ത് പറ്റി? ഒന്നും മനസ്സിലാവുന്നില്ല. ഇവളെന്തേ കാണിച്ചു കൂട്ടുന്നത്? എൻ്റെ ദൈവമേ, ഇവള് ശരിക്കും ഇപ്പം നോർമലല്ലേ? സച്ചേട്ടാ, എനിക്കും പേടിയാവുന്നു സച്ചേട്ടാ. അപ്പോഴേക്ക് നമ്മുടെ സച്ചിയാണെങ്കിൽ വർഷേ നിർത്താനാണ് പറഞ്ഞത്. അങ്ങനെ വർഷ പെട്ടെന്ന് ആ ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ ചെവി നിന്ന് ഹെഡ്സെറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ നിങ്ങളെന്താ ഇവിടെ? എന്താ വർഷേ ഈ പാതിരാത്രി എണീറ്റ് ഡാൻസ് കളിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ എനിക്ക് കിടന്നിട്ട് ഉറക്കം അങ്ങോട്ട് വരുന്നില്ല. ഭയങ്കര ഒരു ശരീരം വേദനയൊക്കെ തോന്നുന്നു. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഒരു ക്ഷീണം ഇല്ലാതിരിക്കാൻ വേണ്ടി ഡാൻസ് കളിക്കുന്നത് ഏറ്റവും നല്ല കാര്യമെന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരമൊക്കെ നല്ല റിലാക്സ് ആകും, ശരീരത്തിൻ്റെ വേദനയൊക്കെ മാറും. രാവിലെ എണീക്കുമ്പോൾ നല്ല ഉന്മേഷത്തോടെ എണീക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ എണീറ്റ് ഡാൻസ് കളിച്ചത്. അല്ല, നിങ്ങളെ ആരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ, നിൻ്റെ ഭർത്താവ് തന്നെ, അല്ലാണ്ട് പിന്നെ ആരാ? ശ്രീകാന്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് നീറും ഡാൻസ് കളിക്കുന്ന കണ്ടത്. അവൻ പേടിച്ചു പോയി. അതുകൊണ്ട് ഞങ്ങളെ വന്ന് വിളിക്കാനായിട്ട് വന്നു. ഇവനാണ് എല്ലാത്തിനും കാരണം. ആണല്ലേ, എനിക്കൊരു കുഴപ്പമില്ലെന്നേ, നിങ്ങൾ അങ്ങോട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ശരിയുടെ ശ്രീകാന്തേ, എന്നാൽ പിന്നെ ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയും രേവതിയും അങ്ങോട്ട് പോവുകയും ചെയ്യാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് പേടിച്ച് നിൽക്കുകയാണ്. ശ്രീകാന്തേ, എന്തിനാണ് നീ അവരെയും വിളിച്ചുകൊണ്ട് വന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും, അത് പിന്നെ നീ പാതിരാത്രി ഇരുന്ന് ഡാൻസ് കളിക്കല്ലേ, അപ്പം പിന്നെ എനിക്ക് പേടിയായി, ഞാൻ അതുകൊണ്ട് അവരെ വിളിച്ചുകൊണ്ട് വന്നത്. എല്ലാത്തിനും കാരണം നീയാട്ടോ, നീ ഒറ്റൊരുത്തനാ. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്തിന് വീണ്ടും പേടിയായി. ശ്രീകാന്ത് അവിടെ നിന്ന് തലയണ എടുത്തിട്ട് ഒറ്റ ഓട്ടമാണ് റൂമിന് വെളിയിലേക്ക്. അങ്ങനെ ശ്രീകാന്ത് നേരെ ഇവരുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. എടാ ശ്രീകാന്ത്, എന്ത് പറ്റിയാണ്? നീ എന്തിനാണ് തലങ്ങടുത്ത് ഇങ്ങോട്ട് വന്ന്? ഇല്ല, എനിക്ക് പേടിയാ, ഞാനിനി അവിടെ കിടക്കൂല. കാരണം അവള് നോർമൽ അല്ല സച്ചേട്ടാ, അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് സച്ചേട്ടാ, എനിക്കാകെ പേടിയാവുന്നു സച്ചേട്ടാ എന്ന് പറയാണ്. ഇതെന്താണ് ഇങ്ങനെ? അതേ സച്ചേട്ടാ, അവൾക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. സമനില നെറ്റിയതുപോലെയാണ് അവൾ കിടന്ന് പെരുമാറുന്നത്. അതുകൊണ്ട് നമുക്ക് അവളൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം സച്ചേട്ടാ. ഹോസ്പിറ്റലോ? നമ്മളെന്തും പറഞ്ഞാണ് ഇപ്പോൾ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്? ഒരു നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം സച്ചേട്ടാ, അല്ലെങ്കിൽ അവൾ വേറെ ലെവലിലേക്ക് പോകും. അതുകൊണ്ടാ. അപ്പോൾ രേവതിയും പറയണത്, ദൈവമേ, എടാ പാവം വർഷേടാ, അങ്ങനെ വേണം, പാവം ഇതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത്. അവളെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ, അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണ്ടേ. അപ്പം നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണിക്കുക. എന്തും പറഞ്ഞു കൊണ്ടുപോകും നമ്മൾ. അപ്പോൾ അങ്ങനെയെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വർഷ വരുന്നത്. വർഷ നീ എങ്ങോട്ടാ? ഞാൻ വെള്ളം കുടിക്കാൻ.
വെള്ളം അടുക്കളയിലല്ലേ ഉള്ളത്, നീ എന്തിനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്? ഓ, റൂട്ട് മാറിപ്പോയി. ശരി, ഞാൻ അടുക്കളയിലേക്ക് തന്നെ പോകാം. നിങ്ങളൊന്നും ഉറക്കൂല്ലേ? ഞങ്ങൾ ചുമ്മാ ഇവിടെ നിന്നേ ഉള്ളൂ, നീ പോയി വെള്ളം കുടിക്കേ. അങ്ങനെ വർഷ അടുക്കളയിലോട്ട് കയറി പോവാ. അപ്പോൾ കണ്ടോ വർഷയുടെ പെരുമാറ്റം കണ്ടില്ലേ സച്ചിയേട്ടാ? പെരുമാറ്റത്തിൽ നല്ല മാറ്റമില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, എങ്ങനെയെങ്കിലും അവളെ രക്ഷിച്ചെടുത്തേ മതിയുള്ളൂ. പക്ഷേ എങ്ങനെ കൊണ്ടുപോകും? ഒരു കാര്യം ചെയ്താൽ മതി ഏട്ടത്തിക്ക് രാവിലെ എണീക്കുമ്പോൾ തലവേദനയാണെന്ന് പറ. ഏട്ടത്തി അടുക്കളയിൽ ഒരു കാര്യം ചെയ്യാൻ പാടില്ല, ഞങ്ങൾ തന്നെ എല്ലാം ചെയ്തോളാം. അങ്ങനെ ഏട്ടത്തി വർഷയോട് പറയണം എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാവുമെന്ന്. അപ്പോൾ വർഷ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ റെഡിയാണെന്നൊക്കെ വർഷ പറയും. ആ സമയത്ത് ഞാൻ പറയും എന്നെ അന്ന് റെസ്റ്റോറൻറ്റിൽ ഇറക്കി വിട്ടോളാൻ പറയും. അപ്പോൾ സച്ചിയേട്ടൻ പറയണം എങ്കിൽ പിന്നെ സച്ചിയേട്ടനാണല്ലോ വണ്ടി ഓടിക്കുന്നത്, അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. അത് ശരിയാണല്ലേ, ഞാൻ അപ്പോൾ കുഴപ്പമില്ലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് നിൽക്കുക. അപ്പോൾ അതായത് നമ്മുടെ വർഷ ഡാൻസും കളിച്ചിട്ട് തിത്തിത്തേന്ന് പറഞ്ഞുകൊണ്ട് വരിക. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ അവൾ ഡാൻസ് കളിച്ചുകൊണ്ട് എങ്ങോട്ടാ പോണേ നോക്കിക്കണ്ട സച്ചിയേട്ടാ. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം സച്ചിയേട്ടാ. എന്തെങ്കിലും കാര്യത്തിനൊരു തീരുമാനം എടുത്തോ സച്ചിയേട്ടാ, അല്ലെങ്കിൽ പണി പാളുവേ. അങ്ങനെ നമ്മുടെ രേവതിക്കാണെങ്കിൽ ഭയങ്കര ഒരു സങ്കടം തോന്നിയാണ്. സച്ചിയേട്ടാ, പാവം സച്ചിയേട്ടാ, അവൾക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ. അവൾക്ക് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു. എത്ര നല്ല കുട്ടിയായിരുന്നു രേവതി, നീ സങ്കടപ്പെടല്ലേ രേവതി, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവളെ ശരിയാക്കാന്നേ, കുഴപ്പമൊന്നുമില്ല, നാളെ ആവട്ടെ. അപ്പോഴത്തേക്കും ഇപ്പോൾ സമാധാനമായിട്ട് കിടന്ന് നീ ഉറങ്ങാൻ നോക്ക്, നീ ടെൻഷൻ അടിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയെ സമാധാനത്തോടെ കിടന്ന് ഉറപ്പിപ്പിക്കാൻ നോക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുധി ഷോറൂമിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയൊക്കെ വരിക. അപ്പോൾ മോനെ സുധി എന്ന് വിളിച്ചുകൊണ്ട് ചന്ദ്ര അടുത്തേക്ക് ചെല്ലുക. പക്ഷേ ചന്ദ്രയെ മൈൻഡ് പോലും ചെയ്യാതെ ഒറ്റ പോക്കാണ്. അപ്പോൾ ചന്ദ്രയ്ക്ക് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ ചന്ദ്ര, ദൈവമേ, അവൻ എൻ്റെ മൈൻഡ് പോലും ചെയ്യുന്നില്ല, ഇതെന്തൊരു കഷ്ടമാണ്. നേരത്തെ അമ്മയെന്ന് പറഞ്ഞ ജീവനായിരുന്നു അവൻ എന്നോട് മിണ്ടാതെ പോലുമില്ല. ആ സ്വാമിയാർ തന്ന ഏലസ് തെറ്റാ, വേറെന്തോ ഏലസ് മാറി തന്നിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇപ്പം അവൻ എന്നോട് മിണ്ടാതെ പോകുന്നത്. ഭാര്യയെ വെറുക്കാനുള്ള ഏലസ് തരാൻ പറഞ്ഞപ്പോൾ അമ്മയെ വെറുക്കാനുള്ള ഏലസ് ആയിരിക്കും ആ സ്വാമി തന്നത്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ നമ്മുടെ രവി വരികയാണ്. എന്താ ചന്ദ്രേ, നീ എന്തെങ്കിലും ആലോചിച്ച് നിൽക്കുന്നത്? ഒന്നും ആലോചിച്ചില്ല, എന്നെ സ്നേഹിക്കുന്നവരെല്ലാം ഇപ്പം എന്നെ വിട്ട് പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അപ്പോഴേക്കും ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സച്ചിയും അതേപോലെ തന്നെ ശ്രീകാന്തും കൂടെ, അമ്മേ വാ, അച്ഛാ ഭക്ഷണം റെഡി ആയിട്ടോ, വന്ന് കഴിക്കും രണ്ടുപേരും. അങ്ങനെ നേരെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആഹാ, ഇന്ന് ഫുഡ് നിങ്ങളാണോ ഉണ്ടാക്കിയത്? അപ്പോൾ വർഷയും കഴിക്കാൻ വന്നിട്ടുണ്ട്. അതെ, ഞങ്ങൾ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കിയത്. അല്ല, അപ്പോൾ രേവതി എവിടെ എന്ന് രവി ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര, നിങ്ങൾക്ക് എന്താ രേവതി ഉണ്ടാക്കിയാൽ മാത്രം ഭക്ഷണം ഇറങ്ങുള്ളോ എന്ന് ചോദിച്ചാൽ, അല്ല രേവതിക്ക് എന്ത് പറ്റിയെന്ന് അറിയണ്ടേ? അത് പിന്നെ അച്ഛാ, രേവതിക്ക് വയ്യ. വയ്യെന്നോ? എന്ത് പറ്റി? രേവതിക്ക് ഭയങ്കര തലവേദനയാ. അപ്പോൾ രേവതിയുടെ മറിഞ്ഞു നിൽക്കുന്നുണ്ട്. രേവതി, അയ്യോ എനിക്ക് ഭയങ്കര തലവേദന. അപ്പോൾ വർഷം ഇങ്ങനെ നോക്കിയാണ്, അയ്യോ രേവതി ചേച്ചിക്ക് തലവേദനയാണോ? രേവതിക്ക് ഭയങ്കര തലവേദന എന്ന് പറയാണ്. ഇത് കഷ്ടമായി പോയല്ലോ. അപ്പോൾ രേവതിയാണെങ്കിൽ അയ്യോ വയ്യായേ. അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചിക്ക് ഭക്ഷണം വേണ്ടേ? എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട വർഷേ, എനിക്ക് ഭയങ്കര തലവേദന, ഇന്നലെ മുതൽ തുടങ്ങിയതാ, ഒട്ടും മാറുന്നില്ല. അപ്പോൾ രവി പറയണം, എന്നാൽ പിന്നെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോകണം. പക്ഷേ സച്ചിയപ്പോൾ വർഷേ, നീ ഒന്ന് ഹോസ്പിറ്റലിൽ രേവതിയെ കൊണ്ടുപോകാവോ? അല്ല, എനിക്ക് ഒരു ഓട്ടം ഉണ്ട്. അപ്പോൾ രവി ചോദിക്കണം, നിനക്ക് എന്നാ ഓട്ടം? അതെ അച്ഛാ, ഞാനിപ്പോൾ എൻ്റെ ഈ ഓട്ടം കളയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടെ വർഷമുണ്ടല്ലോ, അപ്പോൾ വർഷ കൊണ്ടുപോയിക്കോളുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. വർഷക്ക് ബുദ്ധിമുട്ടുണ്ടോ വർഷേ? എനിക്കത് ബുദ്ധിമുട്ട് സച്ചിയേട്ടാ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ കൊണ്ടുപോയിക്കോളാം. അപ്പോൾ ശ്രീകാന്ത്, അങ്ങനെയാണെങ്കിൽ എന്നെ റെസ്റ്റോറൻറ്റിലും കൂടി ഇറക്കി വിട്ടേര്, നിങ്ങൾ ഏതായാലും ഹോസ്പിറ്റലിൽ പോവല്ലേ, അപ്പോൾ പിന്നെ എന്നെ റെസ്റ്റോറൻറ്റിലും കൂടി ഇറക്കി വിട്ടേര്. അപ്പോൾ സച്ചിയാണെങ്കിൽ ഞാൻ ഓട്ടം പോവല്ലേ, നിങ്ങൾ വണ്ടി കയറിക്കോ. ശരി, ആയിക്കോട്ടെ. അങ്ങനെ ഇവർ സച്ചിയും അതേപോലെ തന്നെ രേവതിയും ബാക്കി എല്ലാവരും കൂടി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വർഷ ചോദിക്കുകയാണ്, അല്ല ഏത് ഡോക്ടറെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്? അപ്പോൾ ഇവർ രണ്ടുപേരും വിക്കിയിട്ട്, അത് പിന്നെ എലീന എന്ന് പറഞ്ഞ ഡോക്ടർ ആണോ? അത് ശരി, എലീന ഡോക്ടറെ കാണാൻ വേണ്ടിയാണ് പോകുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോകുന്ന ഹോസ്പിറ്റലിൽ എലിസബത്ത് എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറെ ശ്രീകാന്തിനെയും കൂടി ഒന്ന് കാണിക്കണം, നല്ല ഡോക്ടറാണ്, സൈക്കാട്രിസ്റ്റ് ആണെന്ന് പറയുകയാണ്. എന്തിനാ ശ്രീകാന്തിനെ കാണിക്കുന്നത്? അതെ, ഇവന് മുഴുത്ത ഭ്രാന്തായത് കൊണ്ട്
നിങ്ങൾ ഇന്നലെ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടായിരുന്നു. എന്നെ ന്യൂട്രലിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള പരിപാടിയായിരുന്നു നിങ്ങൾക്ക് അല്ലേ? എനിക്ക് വട്ടാണ്, ഭ്രാന്താണ്, ഞാൻ അത് ഇതൊക്കെ കാണിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് നിങ്ങളോട് വന്ന് പറഞ്ഞു. ആ സമയത്ത് നിങ്ങൾ അതെല്ലാം വിശ്വസിച്ചു. എനിക്ക് വട്ടാണെന്ന രീതിയിലാണ് നിങ്ങളിപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് എനിക്ക് മനസ്സിലായി. എൻ്റെ പൊന്നു സച്ചിയേട്ടാ, എനിക്കൊരു കുഴപ്പമില്ല. സച്ചിയേട്ടൻ എന്താ പറ്റിയത്? ഈ മണ്ടം പറയുന്നത് കേട്ട് സച്ചിയേട്ടൻ ഇങ്ങനെ ചെയ്യാവോ? അപ്പോൾ പക്ഷേ നീ ഇപ്പം ഇന്നലെ രാത്രിയൊക്കെ കാണിച്ചു കൂട്ടിയത് എന്താണ്? അത് ഞാൻ പറഞ്ഞാണല്ലോ, അതൊരു എക്സസൈസിന് വേണ്ടിയുള്ള കാര്യങ്ങളാണെന്ന്. അതിന് കിടന്ന് ഇങ്ങനെ എനിക്ക് വട്ടാണെന്നും പറയുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട വല്ല കാര്യമുണ്ടോ സച്ചേട്ടാ? ദേ ഇവനാണ് മുഴുത്ത ഭ്രാന്ത്. ഇവനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചോ. ഇവനെന്നെ തൊട്ടത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം. കണ്ടോ സച്ചേട്ടാ, കണ്ടോ അവള് പറയുന്നത് കേട്ടില്ലേ? അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ വർഷേ ഇതെത്രയാ വർഷേ? ഒന്ന് വിരലിങ്ങനെ കാണിച്ചു. ഇല്ല, ഇതെന്താ വർഷേ എന്ന് ചോദിക്കുകയാണ് വിരലിങ്ങനെ കാണിച്ചു കൊടുത്തിട്ട്. ഇത് വിരല്. അപ്പൊ ശ്രീകാന്തിനോട് ചോദിക്കണത് എന്താ ഇത് വിരല്? ഇത് പട്ടുനൂൽപ്പുഴൊന്നും അല്ലല്ലോ. രണ്ടുപേർക്കും വിരലാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇനി മിണ്ടാതിരിക്കുക. രേവതി, നിനക്ക് പൂ കൊടുക്കാനില്ലേ? പോയി പൂ കൊടുക്കാനായിട്ട് പോ. എൻ്റെ പൊന്ന് സച്ചേട്ടാ, വർഷയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ളത് കൊണ്ടേ ഞാൻ അമ്മയെ ഏൽപ്പിച്ചു പൂ കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം. ഇനിയിപ്പോൾ ഒരു ഡോക്ടറിൻ്റെ വീടുണ്ട്, ആ ഡോക്ടറിൻ്റെ വീട്ടിൽ പൂജക്ക് കൊടുക്കാന്നാ പറഞ്ഞത്. ശരി, ഇപ്പം തന്നെ കൊണ്ടേ കൊടുത്തേക്കാം, അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പോഴേക്കും വർഷ സച്ചേട്ടൻ എന്തായാലും പോവുമല്ലേ, എന്നെ ഏതായാലും സ്റ്റുഡിയോയിൽ ഇറക്കിയിട്ട് സച്ചേട്ടന് പോയാൽ മതി. അതെ, സച്ചേട്ടനുള്ള പണിഷ്മെൻറ്റാ ഈ മണ്ടം പറയുന്നത് കേട്ടതിനുള്ള പണിഷ്മെൻറ്റ്, മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ശരി കയറിക്കോ. അങ്ങനെ വർഷയും കൊണ്ട് പോവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഈ ശ്രീകാന്ത് ചോദിക്കുകയാണ്, ഏട്ടത്തി അങ്ങനെയല്ല ഏട്ടത്തി, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ശ്രീകാന്തേ? അവൾക്കൊരു കുഴപ്പമൊന്നുമില്ല, ചുമ്മാ നീ അവളുടെ ചുമ്മാ ഭ്രാന്താക്കാൻ നിൽക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് കാണിക്കുക നമ്മുടെ ശ്രുതി ഷോറൂമിൽ ഇരിക്കുക. അപ്പോൾ ശ്രുതി ഷോറൂമിൽ ഇരുന്നിട്ട് ഓരോ കണക്കുകളെല്ലാം ഇങ്ങനെ നോക്കുകയായിരുന്നു. ആ സമയത്താണ് ശ്രുതി കയറി വരുന്നത്. ശ്രുതി കയറി വന്നിട്ട് ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. നീ എന്തിനിപ്പോൾ ഇങ്ങോട്ട് വന്നത്? നിന്നോട്ട് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഇറങ്ങിപ്പോടി എന്ന് പറയുകയാണ്. ശ്രുതി, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ ശ്രുതി, നീ എന്തിനാ ശ്രുതി എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ദേഷ്യപ്പെടേണ്ട ഒരു കാര്യമില്ലട്ടോ ശ്രുതി. ദേഷ്യപ്പെടണ്ടെന്നോ? കുറേ കാര്യങ്ങളെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് ദേഷ്യപ്പെടേണ്ടെന്ന് ഇപ്പം എന്നോട് പറയുകയാണോ? ദേ ശ്രുതി, നിനക്ക് വേണ്ടി ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചില്ല. നിന്നോട് ഞാൻ ഭക്ഷണം കൊണ്ടുവരാനായിട്ട് പറഞ്ഞോ? അല്ല, എനിക്ക് സ്നേഹമുള്ളത് കൊണ്ടല്ലേ നിനക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവന്നത്. അയ്യോ, ഒരുപാട് നീ എന്നെ അങ്ങോട്ട് സ്നേഹിക്കല്ലേ. സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ കൂടിപ്പോകും. അതുകൊണ്ട് ഒരുപാട് നീ എന്നെ അങ്ങോട്ട് സ്നേഹിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല ശ്രുതി. നീ ഇറങ്ങി പോകാൻ നോക്കൽ. നീ അമ്മനെ വിളിക്കണോ? അയ്യോ, എന്തിനാണ് ശ്രുതി ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെടുന്നത്? നമുക്ക് രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഭക്ഷണം ഇട്ട് പോകാൻ നോക്ക് ശ്രുതി. എനിക്കേ എല്ലാവരും കാണുന്ന ആഗ്രഹമുണ്ട്. അല്ല, അച്ഛൻ എന്ത് പറയുന്നു? ഒന്നും പറയുന്നില്ല. എനിക്കേ അങ്കിളെ ഒന്ന് കാണണം, അങ്കിളെ കണ്ടൊന്ന് സംസാരിക്കണം. ഞാൻ വീട്ടിലേക്ക് വന്നോട്ടെ? അയ്യോ വേണ്ട, നീയേ വീട്ടിലേക്ക് കയറി പറ്റാനുള്ള പുതിയ തന്ത്രവുമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അയ്യോ ശ്രുതി, ഞാനൊരു പുതിയ തന്ത്രമായിട്ടല്ല വന്നിരിക്കുന്നത് ശ്രുതി. അതൊന്നും മനസ്സിലാക്കാൻ പാടില്ലേ? ഇനി ഒന്നും മനസ്സിലാക്കാനില്ല. നീ ഇറങ്ങി പോകാൻ നോക്ക്, അല്ല ഞാൻ ഇപ്പം തന്നെ അമ്മയെ വിളിച്ച് ഞാൻ വരുത്തും. മനസ്സിലായല്ലോ? അങ്ങനെ ശ്രുതിയെ ആട്ടിപ്പായിക്കുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.